തിരുവനന്തപുരം വിതുര കൊപ്പം സ്വദേശിയുടെ വീട് ജപ്തി ചെയ്തു. ഗ്ലാസ് കട നടത്തുന്ന സന്ദീപും കുടുംബവുമാണ് പെരുവഴിയിലായത്. സന്ദീപിന്റെ 10 വയസ്സുള്ള മകൻ 1 വർഷമായി ക്യാൻസർ ബാധിതനാണ്. ഡിവൈഎഫ്ഐ CPIM പ്രവർത്തകർ പൂട്ടു തകർത്ത് വീട്ടുകാരെ അകത്ത് കയറ്റി. കട ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോൺ എടുത്ത് ഈ കുറച്ച് നാൾ അടച്ചു വന്നു. പിന്നെ ബിസിനസ് നല്ല ഡൗൺ ആയപ്പോൾ കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുവിധം മെയിൻ ചെയ്ത് വന്ന സമയത്താണ് കുഞ്ഞിനിങ്ങനെ RCCയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 1 വർഷത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിനെ ചികിത്സിക്കേണ്ടതായിട്ട് വന്നു. അപ്പം കട തുറക്കാൻ പറ്റിയില്ല, നമുക്ക് ബാക്കി അടയ്ക്കാൻ പറ്റിയില്ല. ബാങ്ക് തന്ന ഡേറ്റിനൊന്നും എനിക്ക് കൃത്യമായിട്ട് പൈസ കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അവർ ബാങ്കുകാർ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് സമയം കൂടെ ചോദിച്ചിട്ട് എനിക്ക് അവർക്ക് തരാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ ഇറങ്ങി. കൊച്ചിനെ നമുക്ക് വേറെ കൊണ്ട് കിടത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒരു സാവകാശം നമുക്ക് വേണം. ഒരു 6 മാസം കൂടെ എനിക്ക് സമയം തന്നെ എന്തെങ്കിലും ഞാൻ ചെയ്ത് ക്ലിയർ ആക്കി ഇടപാടിന് ബിസിനസ്സിലുള്ള ബാധ്യതയും വേറെ കുറച്ചുണ്ട്. എല്ലാം കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ ഒരു 6 മാസം സമയം എനിക്ക് വേണം. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, സങ്കടമാണ് സന്ദീപിന്റെ അവസ്ഥ. ഇപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇതിപ്പോൾ സന്ദീപ് തന്നെ പറയുന്നു പണം തിരിച്ചടയ്ക്കാനുണ്ട്, പക്ഷേ സാവകാശം ചോദിച്ചെങ്കിലും അത് നൽകിയില്ല ധനകാര്യ സ്ഥാപനം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു ഇടപെടൽ ഉണ്ടാകുമോ? അനുകൂലമായൊരു മറുപടി ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ ഇതിൽ? പ്രജിൻ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് എന്ന പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ വീട് ജപ്തി ചെയ്തത്. അവരുടേത് ഒരു സ്വാഭാവിക നടപടി എന്നാണ് ബാങ്ക് ഉദ്യോഗസ്ഥർ, ഈ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. പക്ഷേ അതൊരു മനുഷ്യത്വരഹിതമായ നടപടി എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ. കാരണം ഈ സന്ദീപും ഭാര്യയും ഒരു മകനും ഒപ്പം തന്നെ അമ്മയും അച്ഛനുമാണ് ഈ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. പക്ഷെ സന്ദീപിന്റെ സാമ്പത്തിക അവസ്ഥ മാത്രമല്ല, സന്ദീപിന്റെ മകന്റെ അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ 1 വർഷമായി ഒട്ടേറെ പണം ചെലവാക്കുന്നത് മകന്റെ പേരിലാണ്. RCCയിൽ ക്യാൻസർ ബാധിതനായ ചികിത്സയിലാണ്. ഒപ്പം തന്നെ ഒരു ഗ്ലാസ് കട നടത്തി വന്നിരുന്നു. പക്ഷേ 2020 ഇവർക്ക് ഈ കോവിഡുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ബാധ്യതകൾ വന്നു. അങ്ങനെ ബിസിനസ് ആകെ നഷ്ടത്തിലായി. 2019 49 ലക്ഷം രൂപ കടമെടുത്തത്. 3 തവണ ബാങ്ക് ഇവർക്ക് അവധി കൊടുത്തു. പക്ഷേ ഈ സാമ്പത്തികമായി ബാധ്യത വന്നതും ഒപ്പം തന്നെ സ്ഥാപനം നഷ്ടത്തിലായതും മകന് പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു രോഗം വന്നതും ഒക്കെ തന്നെ കുടുംബത്തെ ആകെ മാനസികമായും ഒപ്പം തന്നെ സാമ്പത്തികമായും കുടുംബത്തെ ആകെ ഇല്ലാതാക്കി. അപ്പോൾ ഈ നിലവിൽ 3 തവണ അവധി കൊടുത്തെങ്കിലും നിലവിൽ ഇവരുടെ 10 സെന്റ് സ്ഥലവും വീട് വിൽക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഇവർക്ക് ബാധ്യത ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വിൽക്കാൻ ചെല്ലുന്ന സമയത്ത് ആവശ്യത്തിന് പണം ഈ തുക ആവശ്യത്തിനുള്ള തുക വിൽക്കുന്ന സമയത്ത് കിട്ടിയിരുന്നില്ല. അങ്ങനെ 6 മാസം കൂടി വേണം, 6 മാസം കൂടി മാത്രം മതി എന്നുള്ള ഒരു അവസാന അവധി കൂടി ഈ സന്ദീപ് ബാങ്ക് അധികൃതരോട് ചോദിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നിർദാക്ഷിണ്യം അവർ വീട് ജപ്തി ചെയ്യായിരുന്നു. മകനെ കിടത്താൻ പോലും സ്ഥലമില്ല. പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്, രോഗിയായ മകനുണ്ട്. ഇവർ പെരുവഴിയിൽ നിൽക്കുന്ന സമയത്താണ് DYFI CPM പ്രവർത്തകർ അവിടെ എത്തിയത്. DYFI CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ സഞ്ജയന് നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ എത്തി പൂട്ട് പൊളിച്ച് വീട്ടുകാരെ ഉള്ളിൽ കയറ്റിയത്. നിലവിൽ ഈ ബാങ്കുമായി ഇടപെട്ട് എങ്ങനെ ഇവരുടെ സാമ്പത്തിക ബാധ്യത പരിഹരിക്കാം, ഇവർക്ക് കൂടുതൽ അവധി നൽകുമോ, ഇനി അതല്ല മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഇവരെ എന്തെങ്കിലും സാമ്പത്തികമായ സഹായം ചെയ്യാൻ സാധിക്കുമോ എന്നടക്കമുള്ള കാര്യം പരിശോധിക്കുമെന്നാണ് CPM നേതൃത്വം അറിയിക്കുന്നത്. എന്താണെങ്കിൽ അതിനൊരു തീരുമാനമായിട്ടില്ല. പക്ഷേ നിലവിൽ ഇവരെ അകത്ത് തന്നെ താമസിക്കാൻ ഒപ്പം തന്നെ ഇവർ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നാണ് ബാങ്ക് അധികൃതർ നിലവിൽ അറിയിക്കുന്നത്. ശരി, എന്തായാലും ആ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്നത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. കൂടുതലായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന കാര്യം അവിടെ DYFI CPM പ്രവർത്തകർ നോക്കുന്നുണ്ട് എന്നതും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന വാർത്തയാണ്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.